ഹലോ അമീഗോസ്, വെൽക്കം ടു ലീഡ് യുവർ സെൽഫ് ഫസ്റ്റ്. അതെ, നിങ്ങളെ ലീഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 21 ഡേയ്സ് ട്രാൻസ്ഫോമിങ് ചാലഞ്ചുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അന്ന് ഒരു ഷോർട്സ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണ്, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഔട്ട് ഓഫ് ട്രാക്ക് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാൻ കൂടാം. ഓക്കെ, ദാറ്റ് ഡസൻ മീൻസ് ഐ വാസ് പെർഫെക്റ്റ്, ബട്ട് എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വീക്സിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 21 ഡേയ്സിൽ റെഗുലർ ആയിട്ട് നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. പ്രോഗ്രസ് നമ്മൾ ഒന്നിച്ച് ട്രാക്ക് ചെയ്യും, ഇത് നമ്മൾ ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിന് എനിക്ക് ആവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇതിന് എന്നെ കൊണ്ട് പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാരെ മാത്രമാണ്. ആദ്യത്തെ 4 ദിവസം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ മുന്നോട്ട് കാണാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു വലിയ കാര്യം ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിലൊന്നും ഇതിനെ കാണാതിരിക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഡേ ടു ഡേ റുട്ടീൻസിൽ നിങ്ങൾ ചെറിയൊരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റീ അറേഞ്ച്മെന്റ്സ് കൊണ്ടുവന്ന് അതിലൂടെ നിങ്ങളുടെ സ്റ്റഡി റുട്ടീനിൽ മാറ്റം വരുത്തുക. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ ദിവസങ്ങൾ അങ്ങ് മാറ്റിമറിക്കാനൊന്നും പോകുന്നില്ല. സോ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് ഈ 21 ഡേയ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 21 ഡേയ്സ് എടുക്കാനുള്ള കാരണം, ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരു റുട്ടീൻ ഫോം ചെയ്യാൻ നമ്മൾ മിനിമം ഒരു 21 ഡേയ്സ് അത് റെഗുലർ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 21 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് അതൊരു ഗ്രേറ്റ് റിസൾട്ട് തരുവാണെങ്കിൽ നമുക്ക് ഇതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഈ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. വില്ലിംഗ് ആയുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യുക, അതിൽ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കണം. ബ്രെയിനിനെ നിങ്ങളൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ പഠിക്കണം. അതായത് നിങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ടാവും. നിങ്ങൾ ഉറങ്ങുന്ന ഒരു സമയം, നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പീക്കായിരിക്കുന്ന സമയം ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വീക്ക് ആയിരിക്കുന്ന സമയം. ഇത്രയും സമയങ്ങൾ ഒരു 2 ദിവസം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇത് ഒരു പെർട്ടിക്കുലർ ടൈമിങ്ങിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്ലീപ്പും നമ്മൾ എണീക്കുന്ന സമയം, വേക്കപ്പ്, ഈ 2 ടൈമും ഒരേ സമയത്താണ് അല്ലെങ്കിൽ ഏകദേശം ഒരേ ടൈമിലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ, ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്, ഇപ്പം നിങ്ങൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രാത്രി ഒരു 10:30 മിനിമം ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിന് മുന്നേ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ 10:30 PM to 4:30 AM ആണ് ഉറങ്ങാറ്. എന്നിട്ട് 5 o'clock പഠിക്കാൻ തുടങ്ങാറ്. ഓക്കെ, ഇതാണ് എൻ്റെ പാറ്റേൺ. അതുപോലെ നിങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പീക്ക് ടൈം, എൻ്റെ പീക്ക് ടൈം ഏർലി മോർണിംഗ് ആണ്. ഓക്കെ, ഏർലി മോർണിംഗ് എത്ര സമയം വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും. ബട്ട് ലേറ്റ് നൈറ്റ് എനിക്ക് അധികം ഇരിക്കാൻ പറ്റാറില്ല. എക്സാമിൻ്റെ തലേന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് നാളെ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ എക്സ്ട്രീം സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ പൊതുവെ ഒരു മോർണിംഗ് പേഴ്സൺ ആണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും, അത് കണ്ടുപിടിക്കാം. രണ്ടാമത്തത്, നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും പീക്കിലായിരിക്കുന്ന സമയം. എനിക്ക് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയമാണ്. ഓക്കെ, അതാണ് എൻ്റെ പീക്ക് ടൈം. ഉച്ച ഇൻ സെൻസ് നമ്മൾ ലഞ്ചിന് പോകുന്ന വരെയുള്ള സമയം എനിക്ക് അത്യാവശ്യം പീക്ക് ടൈമാണ്. ആ സമയത്ത് അത്യാവശ്യം എനിക്ക് പഠിക്കാനൊക്കെ പറ്റാറുണ്ട്. അതിനുശേഷം എൻ്റെ ഏറ്റവും ലോ ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആണ്. എനിക്കൊന്ന് പൊതുവെ എല്ലാവർക്കും ആഫ്റ്റർനൂൺ ഒരു ലോ ടൈം ആയിരിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ ലോ ടൈം, നിങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ നിങ്ങൾ സ്ലോ ഡൗൺ ആവുന്ന സമയം, അതായത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയണം ഇനി മതി, ഇന്ന് ഉറങ്ങാം, ഇത് ഇത്രയൊക്കെ പറ്റുള്ളൂ, ആ സമയവും നിങ്ങൾ കണ്ടുപിടിക്കണം. ഫോർ മീ ആഫ്റ്റർ ഒരു 6:30, 7 ഒക്കെ ആകുമ്പോൾ എൻ്റെ ബ്രെയിൻ പതുക്കെ ഷട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. സോ അതാണ് എൻ്റെ സമയം. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ്റെ ഓരോ സമയങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു ഡീകോഡിങ് പരിപാടി ചെയ്യേണ്ടത്. അതായത് ബ്രെയിനിനെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഈ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരാളല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കണം എനിക്ക് 12 മണിക്കൂർ പഠിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു. 12 hours എനിക്ക് ഇന്ന് പഠിക്കണം. പക്ഷെ നിങ്ങൾ ഇത്രയും ദിവസം ചിലപ്പം 1 hour to 5 hour ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് 12 മണിക്കൂർ പഠിക്കണം എന്ന് നിങ്ങളുടെ ബ്രെയിനിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന് കൺഫ്യൂസ് ആവും. ബ്രെയിൻ ഒരു ദിവസം പറയും ഓക്കെ ഇന്ന് ഞാൻ 12 മണിക്കൂർ പഠിക്കാം. പക്ഷേ ആ ഒരു അപ്കമിങ് 2 to 3 days നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡീആക്ടിവേറ്റ് മോഡിലോട്ട് പോകും. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിന് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ആ ബ്രെയിൻ ഒരു ദിവസം കൊണ്ട് ഒരുപാട് ലോഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പറ്റുന്നത്രേ അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതിനുശേഷം അത് ക്ഷീണിച്ച് കിടക്കും. അതാണ് ഇത്രയും ദിവസത്തെ ലാഗ് വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഡിസ്കണ്ടിന്യൂ ആവുന്നത്, കൺസിസ്റ്റന്റ് അല്ലാതാവുന്നത് എന്നുള്ള റീസൺ ഇതാണ്. അതായത് നമ്മൾ എക്സ്റ്റേണൽ മോട്ടിവേഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ദിവസം 12 മണിക്കൂർ പഠിക്കും, അതിനുശേഷം നമ്മൾ പിന്നെ വീക്കാവും. പക്ഷേ ഇങ്ങനെയല്ല നമ്മുടെ ബ്രെയിനെ നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 0-ലാണുള്ളതെങ്കിൽ നിങ്ങൾ ഈ 0 ഒന്ന് 1-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 1 പിറ്റേ ദിവസം പയ്യെ 2 ആക്കി എടുക്കാം, 2 ആണെങ്കിൽ 4 ആക്കി എടുക്കാം, 4 പിന്നെ പയ്യെ 7 ആക്കി എടുക്കാം, പിന്നെ ഒരു 10 ആക്കി എടുക്കാം, പിന്നെ 12-ലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് 21st day എവിടെ നിൽക്കുന്നു, ദാറ്റ് മാറ്റേഴ്സ്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു റുട്ടീനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ 0 ഡയറക്റ്റ് 12-ലേക്ക് ജമ്പ് ചെയ്യൽ കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ ആണ് കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോകണമെങ്കിൽ. സോ അണ്ടർസ്റ്റാൻഡ് യുവർ ബ്രെയിൻസ് പാറ്റേൺ. അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്ത് എടുക്കണം. അതായത് 0 to 1-ലേക്ക് കൊണ്ടുപോകുക, അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം 6 മണിക്കൂർ പഠിക്കുന്നവരുണ്ടാവും, 12 മണിക്കൂർ പഠിക്കുന്നവരുണ്ടാവും, 4 മണിക്കൂർ പഠിക്കുന്നവരുണ്ടാവും. അതിൻ്റെ അർത്ഥം 12 മണിക്കൂർ പഠിച്ച ആളാണ് ഇതിൽ വിന്ന് ചെയ്യാൻ പോകുന്നതെന്നല്ല. ഓക്കെ, ഓരോരുത്തരുടെയും ലേണിംഗ് സ്പീഡും ബ്രെയിൻ്റെ കപ്പാസിറ്റിയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനെ ഡീകോഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യണം. അതിനുശേഷം
നമ്മൾ ബ്രെയിൻ ഡീകോഡ് ചെയ്തു, നമ്മൾ പഠിക്കാൻ പ്ലാൻ ചെയ്തു, ബട്ട് നമുക്ക് പഠിക്കാൻ ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അറിയാതെ ബസ് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഈ 21 ഡേയ്സ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അത് ഓരോരുത്തർക്കും സബ്ജക്റ്റീവ് ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സിവിൽ സർവീസ് ആണ്, പ്ലസ് ഞാൻ PSCയുടെ ഒരു എക്സാം കൂടെ നോക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ പെരിഫറൽ ടോപ്പിക്സ് ഉണ്ടാവും. ഇപ്പം എനിക്ക് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ട്, പ്ലസ് കോമൺ അല്ലാത്ത ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കോമൺ അല്ലാത്ത ടോപ്പിക്സ് ആണ് കുറച്ച് സമയം, കോമൺ ആയിട്ടുള്ള ടോപ്പിക്സിന് ഒരുപാട് സമയം കൊടുക്കും അല്ലേ? അതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവും. കാരണം ഓരോരുത്തരും പഠിച്ചിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആർക്കും വേണ്ടിയിട്ട് ഒരു ബ്ലൂ പ്രിന്റ് തരാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്, അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ഈ 21 ഡേയ്സ് നിങ്ങൾ റിവേഴ്സ് പ്ലാനിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ 21 ഡേയ്സിൽ ആ 21st ഡേയിൽ നിങ്ങൾ എവിടെയായിരിക്കും, 20th ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ നിങ്ങൾ തിരിച്ച് പ്ലാൻ ചെയ്യണം. ഓക്കെ, അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം സ്കിപ്പ് ആയാലും അടുത്ത പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. മറ്റേ നിങ്ങൾ ഇവിടെ വരെ പ്ലാൻ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് മടി വരും, പിന്നെ ബാക്കിയുള്ള ദിവസത്തെ പ്ലാനിങ് ഒക്കെ കുളവും. ഓക്കെ, ഇപ്പോൾ റിവൈസ് പ്ലാൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മുടെ ബ്രെയിനിനെ ഡീകോഡ് ചെയ്തു, പയ്യെ നമ്മൾ റുട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് നമ്മുടെ ബ്രെയിനിന് ഒരു 2 to 2.5 hours ഒക്കെ വരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റൂ വിത്ത് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പൊംഡോറോ ആണ്. നിങ്ങൾക്ക് അറിയാലോ, അത് എനിക്ക് 50 minutes വർക്കും 10 minutes ബ്രേക്കും ആണ് ഇഷ്ടം. ഞാൻ അതാ പ്രിഫർ ചെയ്യാം. എനിക്ക് കുട്ടി ബ്രേക്സ് ഇഷ്ടമല്ല. ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു 1 hour പഠിക്കാം, 10 minutes 5 minutes ബ്രേക്ക് എടുക്കാം. ബ്രേക്കിൽ ഫോൺ യൂസ് ചെയ്യരുത്, അത് ആദ്യമേ പറഞ്ഞേക്കാം. ബ്രേക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പോഡ്കാസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ബ്രെയിൻ, ഇപ്പോൾ ഞാൻ എംബ്രോയിഡറി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഞാൻ ഇടയ്ക്ക് ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അതിൽ ഓരോ പെറ്റൽസും ഞാൻ എന്ത് ചെയ്യും, ഓരോ ബ്രേക്കിന് ഫിനിഷ് ചെയ്യും. അപ്പോൾ തന്നെ അത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഞാനൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു എന്താ പറയുക, ഒരു അക്കോംപ്ലിഷ്മെന്റ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം, എക്സെപ്റ്റ് സ്ക്രോളിംഗ് നിങ്ങളെ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. സോ ഡോണ്ട് ചൂസ് ദാറ്റ്. അതർവൈസ് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കാം. നിങ്ങൾ ബ്രീത്ത് ഉണ്ടല്ലോ, നമ്മൾ ബ്രെത്ത് കൺട്രോൾ ഒക്കെ ചെയ്ത് നമ്മുടെ ശ്വാസം തന്നെ കേട്ടിരിക്കാം. ഇതൊക്കെ നമുക്ക് നമ്മളെ ഫോക്കസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 minutes നടന്നൊക്കെ വരാം, വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, എക്സെപ്റ്റ് ദസ്. ഓക്കെ, അപ്പോൾ പൊംഡോറോ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു 6 to 7 സ്ലോട്ട്സ് ഒരു ദിവസം കിട്ടിയാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. നിങ്ങൾ പൊംഡോറോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓരോ സ്ലോട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് 1 കംപ്ലീറ്റഡ്. ഞാൻ ഡേ 1 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കോട്ടോ എന്തെങ്കിലും ഇട്ടു എന്ന് വിചാരിക്കും. അതിന്റെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം സ്ലോട്ട് 1 കംപ്ലീറ്റഡ്, സ്ലോട്ട് 2 കംപ്ലീറ്റഡ്. അതേപോലെ എനിക്ക് ഇതിലിപ്പോൾ എത്ര പേര് പങ്കെടുക്കും എനിക്കറിയില്ല, അത് എത്ര പേര് കേൾക്കും എനിക്കറിയില്ല. അതിപ്പോൾ ഒരാളാണെങ്കിലും 3 ആളാണെങ്കിലും 4 ആളാണെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും. സോ ഇപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാവും, ഞാൻ പ്ലസ് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ 2 ആളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടബിൾ ആയിരിക്കും. അക്കൗണ്ടബിലിറ്റിയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുക. അതായത് എനിക്ക് തന്നെ കൊടുക്കുന്ന വാക്കിനേക്കാൾ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്ന വാക്ക് നമ്മൾ കുറച്ചുകൂടി അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ സ്ലോട്ടിന് ശേഷം ഇങ്ങനത്തെ ഒരു 6 to 7 സ്ലോട്ട്സ് നമ്മൾ എത്തിക്കണം. പിന്നെ അത് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ തുടങ്ങിയത്. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ലേസിനെസ് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, എൻ്റെ അടുത്ത് ഇന്ന ആൾ ചോദിക്കും, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ആൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാവും. സോ നമ്മൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫോറസ്റ്റ് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു ടൈമർ യൂസ് ചെയ്യാം, നിങ്ങൾ എത്ര അവർ ഒരു ദിവസം പഠിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് YPT പോലുള്ള ആപ്പ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്റ്റഡി, അതായത് നിങ്ങളിപ്പം ഡേ 1 എത്ര അവർ പഠിച്ചു, അല്ലെങ്കിൽ എത്ര സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ട്രാക്കർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു YPT പോലുള്ള ആപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് ഒക്കെ കാണിക്കും. നിങ്ങൾ ഏകദേശം ഏത് സമയത്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങൾ എൻഡ് ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ബ്രേക്ക് എടുക്കുന്നത്, അങ്ങനെ നിങ്ങളെ പറ്റിയുള്ള വീക്ക്ലി, മന്ത്ലി, ഇയർലി ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും അനാലിസിസും ആ ആപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി ഇതാണ് യൂസ് ചെയ്യാറ്. ബട്ട് ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ഭാഗമായിട്ട് അധികം യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് അല്ലാതെ തന്നെ നോർമലി നോക്കാനാണ് ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്തത്. ബിക്കോസ് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ YPT റീയൂസ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ഒരു ദിവസം കാര്യങ്ങളൊക്കെ പഠിച്ചു. ബട്ട് ഈ കാര്യം ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും നൈറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. അതിപ്പം നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കുന്നവരായിക്കോട്ടെ, ആ ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ് റീകോൾ ചെയ്തേ പറ്റും. അല്ലാതെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു കാര്യം പഠിച്ചു, പിറ്റേന്ന് വേറൊരു കാര്യം പഠിച്ചു, ബട്ട് നമ്മളത് റീകോൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ ബ്രെയിന് നിങ്ങളെ പറ്റിക്കും, അതായത് ബ്രെയിൻ മിമിക് ചെയ്യും, എനിക്കെല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പഠിച്ച പകുതി കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. സോ അത് നമ്മളെങ്ങനെ റിയലൈസ് ചെയ്യും, അത് നമ്മളെങ്ങനെ അടുത്ത ദിവസം തിരുത്തും, നമ്മൾ റീകോൾ ചെയ്യാതെ നമുക്കിത് മനസ്സിലാവോ ഇല്ല. സോ ആക്റ്റീവ് റീകോൾ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയൊക്കെ നമുക്ക് ആക്റ്റീവ് റീകോളിംഗ് ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് പേജ് എടുക്കും. എന്നിട്ട് ഞാനിപ്പോൾ പഠിച്ച ടോപ്പിക് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കും. അപ്പോൾ ഞാൻ ഇന്ന് പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചെന്ന് വിചാരിക്കും, പൊളിറ്റിയിലോ. അപ്പോൾ പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ ഏതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓക്കെ, അതിൽ ഓർഡിനൻസ് പവർ ഏത് ആർട്ടിക്കിളിലാണുള്ളത്, പിന്നെ പ്രസിഡന്റിനെ റബ്ബർ സ്റ്റാമ്പ് ആണെന്ന് പറയാറുണ്ട്, അതെന്തുകൊണ്ടാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേജ് എടുത്തിട്ട് ചുമ്മാ ആരോ മാർക്ക് ഇട്ടിട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നിങ്ങളെന്ന് വെച്ച് ഓർമ്മ വരുന്നത് അതൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ റീകോൾ ചെയ്യുന്നതിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മനസ്സിലാവും. അതായത് നിങ്ങൾ എവിടെയൊക്കെ കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ സ്കിപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തിരിച്ച് പുസ്തകത്തിലേക്ക് പോകാം. നിങ്ങൾ എവിടെയാണോ പഠിച്ചത് ആ റിസോഴ്സ് എടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ഫസ്റ്റ് വായിക്കില്ല, നിങ്ങൾ വിട്ടുപോയ സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടൊന്ന് നോക്കുക.
ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങാം. ബാക്കി നിങ്ങളുടെ ബ്രെയിൻ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്തു, ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. നേരത്തെ നമ്മൾ ബ്രെയിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. ആ ബ്രെയിൻ മനസ്സിലാവും ഇതെന്തോ കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് കുട്ടി തലയിലോട്ട് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ആക്റ്റീവ് റീകോളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യാം, വേറെ ഒരാൾ പഠിപ്പിക്കുന്ന പോലെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്ക്രിബിൾ ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് MCQ ആണ്. നിങ്ങൾ പഠിച്ച പോർഷൻ എന്നുള്ള MCQs സോൾവ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനി മോക്ക് ടെസ്റ്റ് എടുത്തൊരു ഫീലിംഗും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്റ്റീവ് റീകോളിന്റെ ഭാഗമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഇൻഫോർമേഷൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഇൻഫോർമേഷൻ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇത് ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് എടുത്ത് തരണം എന്ന് നമ്മൾ ബ്രെയിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ അതാണ് റിട്രൈവിംഗ് ഇൻഫോർമേഷൻ ഈസിലി. ഇതെനിക്ക് വേണ്ട ഇൻഫോർമേഷൻ ആണ്, പ്ലീസ് കീപ് ദിസ് ഇൻസൈഡ് യുവർ ഏതെങ്കിലും ഒരു കോർണർ എന്ന് നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റഡ് റീകോൾ ചെയ്യുന്നതിലൂടെ അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. പിന്നെ ലോങ് ടേം റിട്ടൻഷൻ, അതായത് നമുക്കിപ്പോൾ ഒരു OTP വന്നു, ആ OTP നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞു. അതുപോലെയല്ല നമ്മളൊരു ഫോൺ നമ്പർ, ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പഠിച്ചു വെക്കുന്നത്, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നതിലൂടെ എൻ്റെ ബ്രെയിൻ മനസ്സിലായി അതെനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടി ഫ്യൂച്ചറിൽ ഇതിൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെയും ചോദിക്കും. സോ അത് ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് ബ്രെയിൻ മനസ്സിലായി. പക്ഷേ OTP അങ്ങനെയല്ല, അത് നമ്മുടെ എന്താ പറയുക ഉള്ളിലോട്ട് കയറുന്നില്ല നമ്മൾ പറയില്ല. ബ്രെയിൻ മനസ്സിലായത് ടെമ്പററി മെമ്മറിയിൽ ഇട്ടാൽ മതി, പെർമനന്റ് മെമ്മറിയിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറയും. അപ്പോൾ നമ്മൾ പെർമനന്റ് മെമ്മറിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്തേ പറ്റും. ഇതിനെ റിവിഷൻ എന്ന് പറയാം, റീകോൾ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്തിട്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം റീകോൾ ചെയ്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങാം. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നോക്കാം അല്ലേ, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉറക്കം എപ്പോഴാണ് ഏകദേശം വരാം, നിങ്ങൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീക്ക് ടൈമും പീക്ക് ടൈമും മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഫ്ലെക്സിബിൾ ആവാം. ഇപ്പം ഞാൻ പറയണം, എനിക്ക് എന്തെങ്കിലും ലെക്ചർ അല്ലെങ്കിൽ പുതിയ കാര്യം ലേൺ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പീക്ക് ടൈമിലാണ് കൊടുക്കുക. ഓക്കെ, ഈ ഉച്ചയ്ക്കുള്ള ഈ വീക്ക് ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ അധികം MCQ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. നൈറ്റ് ഞാൻ റിവിഷൻ ചെയ്യും, ഈ പീക്ക് ടൈമിൽ അത്യാവശ്യം ലേൺ ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ടൈം ടേബിൾ പോകുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീക്കും ടൈം അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് എന്താ, നമ്മുടെ ബ്രെയിനിനെ ഒരു കുഞ്ഞിനെ പോലെ ട്രീറ്റ് ചെയ്തിട്ട് പയ്യെ ഹാബിറ്റ്സ് സെറ്റ് ചെയ്തെടുക്കാം. ഡോണ്ട് ഫോഴ്സ് യുവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ പാറ്റേൺസ് മനസ്സിലാക്കുക. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളൊരു ബുക്ക് തന്നെ കീപ്പ് ചെയ്തോളൂ ഈ 21 ഡേയ്സ്. ആ ഈ 21 ഡേയ്സിൽ ഓരോ ദിവസവും നിങ്ങൾ ഏത് ടൈം ലൈനും പീക്ക് നമ്മൾ എപ്പോഴൊക്കെയാണ് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ആ തിങ്ക് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നേരെ ഫോക്കസിലോട്ട് പോകാം. ഓക്കെ, ഇപ്പം എനിക്ക് പാസ്റ്റ് കാര്യങ്ങൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന കൊടുത്തില്ല ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നില്ലേ, അപ്പോൾ ഞാൻ അത് എഴുതി വെക്കും, ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു, എന്നിട്ട് ഞാനൊരു സൊല്യൂഷൻ ഇപ്പം അങ്ങനെയല്ല പഠിച്ചു പറ്റുള്ളൂ, അങ്ങനെ ഞാൻ തന്നെ ഒരു കുട്ടി സൊല്യൂഷൻ കൊടുക്കും, എന്നിട്ട് ഞാൻ തിരിച്ച് ട്രാക്കിലോട്ട് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, റിവാർഡ് യുവർ ബ്രെയിൻ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ ബ്രെയിനിന് റിവാർഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. റിവാർഡ് അല്ലെങ്കിൽ സ്മോൾ വിൻസ്, മനസ്സിലായോ, നമുക്കൊരു ട്രോഫി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കപ്പെടുക, ഇത് ബ്രെയിനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ബ്രെയിന് കൊടുക്കുന്ന റിവാർഡ്, ഞാനിപ്പോൾ ഒരു ഫുൾ വീക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ വീക്കെൻഡിൽ ഞാനൊരു മൂവി കാണും. വീക്കെൻഡിൽ മാത്രം ഞാൻ ഇത് കാണും. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തൊക്കെ ടെംപ്റ്റേഷൻസ് വന്നാലും ഞാൻ വീക്കെൻഡിൽ അല്ലാതെ ആ മൂവി കാണില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ബ്രെയിൻ പറയും ഇപ്പം മര്യാദയ്ക്ക് പഠിച്ചോ, വീക്കെൻഡിൽ ആ മൂവി നിനക്ക് കാണാനുള്ളതാണ്. അപ്പോൾ ബ്രെയിൻ നോക്കി ഇപ്പം ഞാൻ പഠിച്ചു തരാട്ടോ അങ്ങനെ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ ലൗഡ് വൺസിനൊക്കെ വിളിക്കണമെങ്കിൽ ഇപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നൈറ്റ് നമുക്ക് ലൗഡ് വൺസിന് കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ടിങ്ങിന് പോകാം, ജസ്റ്റ് ഒരു ചായ കുടിക്കാം. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു റിവാർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള റിവാർഡ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മുട്ടായി കൊടുക്കാം നിങ്ങൾക്ക് തന്നെ. അത് ശീലമാക്കരുത്, ഷുഗർ അത്ര നല്ലതല്ല. സോ അങ്ങനെ എന്തെങ്കിലും കുട്ടി റിവാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഓഫർ ചെയ്യാം. ഇന്ന് നീ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവാർഡ് നിനക്കുള്ളതാണെന്ന് പറയും. ഓക്കെ, സോ അതെന്തായാലും നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇരുന്നോളും. അതേപോലെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ നമ്മളെ ബ്രെയിൻ നമ്മളെ കളിപ്പിക്കാൻ നോക്കുള്ളൂ. അതായത് ഇന്ന് വേണ്ട, മതി, ഉറക്കം വരുന്നു, ഇന്നൊരു മൂഡില്ല, ഇന്ന് ഞാൻ കുറച്ച് ലോ ആണ്, നാളെ തൊട്ട് നമുക്ക് എല്ലാം സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ ബ്രെയിൻ നിങ്ങളെ ട്രിക്ക് ചെയ്യും. നിങ്ങൾ ബ്രെയിൻ്റെ സ്ലേവ് അല്ല, നിങ്ങൾ ആ ബ്രെയിൻ്റെ ഓണറാണ്. അങ്ങനെ വേണം നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ. ബ്രെയിനോട് പറയും നോ നീ ഇപ്പോൾ പണിയെടുത്തേ പറ്റുള്ളൂ, ഒരു 10 മിനിറ്റ് നീ പണിയെടുക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം തരാം. ഒരു 10 മിനിറ്റ് പണിയെടുക്കുമ്പോൾ ആശാൻ അങ്ങ് ഇൻവോൾവ് ആയിക്കോളും വീട്ടിൽ. ഓക്കെ, പിന്നെ നിങ്ങൾ റെസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. പിന്നെ അത്രയും ടയർഡ് ആയ ആശം പറയും ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ ചോദിക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കാം. അതിനാണ് കൊമഡാരോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഓരോ 10 മിനിറ്റിലും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കില്ല. ആദ്യത്തെ ഓരോ സ്ലോ തുടങ്ങുമ്പോഴും ആദ്യത്തെ ആ ഒരു സമയത്ത് ഈ ഒരു എന്തുണ്ടാവുള്ളൂ, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പം മൂപ്പര് കൂളായിട്ട് ഫോക്കസ് മുകളിലോട്ട് പോയിക്കോളും. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഫീഡ്ബാക്ക് ഓരോ ദിവസവും അറിയിക്കണം. നമുക്കൊരു നൈറ്റ് ഒരു സമയം സെറ്റ് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ടൈം. എന്നിട്ട് നമ്മൾ വന്നിട്ട് ഞാൻ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, നീ ഇന്ന് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മൾ പരസ്പരം ആ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, മെസ്സേജ് ആയിട്ട് ഞാൻ ഇന്ന് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അക്കംപ്ലിഷ് ചെയ്ത ഒരു ഫീൽ, യെസ് എൻ്റെ ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം. നമ്മളൊരു കളക്റ്റീവ് എഫേർട്ട് ഇടുകയാണ്. ഓക്കെ, നമ്മുടെ ഡ്രീമിലോട്ട്. അപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഡ്രീം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അത് ചൂസ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന പോലെ തന്നെയാണ് അത് ബ്യൂട്ടിഫുള്ളി അവസാനിപ്പിക്കലും. സോ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അവസാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് പ്രൊഡക്റ്റീവ്ലി നമ്മൾ തുടങ്ങിയ അതേ ഒരു എനർജിയുടെ കൂടെ തന്നെ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആക്കുക ചാലഞ്ചിനെ, അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആദ്യം നമുക്ക് നല്ല ഹാർഡായിട്ട് തോന്നും, പിന്നെ അത് ഒരു പുഷ്പം പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർ കൂടുക. അതുവരേക്കും സ്റ്റേ ട്യൂൺ വിത്ത് ലീഡ് യുവർ സെൽഫ്. ഓരോ ദിവസവും ഞാനും ഓരോ കുട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റഡി ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് ആയിട്ട് വരാം. പക്ഷേ ഈ 21 ഡേയ്സ് ചാലഞ്ചിന് പങ്കെടുക്കുന്നവർ ആദ്യം തന്നെ എനിക്കൊരു പ്രോമിസ് തരണം, യെസ് യു വിൽ ഡു ദിസ് അണ്ടിൽ ദ 21st ഡേ. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റഡി സ്മാർട്ട്ലി. ഓക്കെ, ബൈ.